ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണെന്ന് പറയാം. ഓട്സ് വെച്ചിട്ടാണ് ഈ സ്നാക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഓട്സ് പക്കോടയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓട്സ് പക്കോട തയ്യാറാക്കുന്നത്. ഒരു ബൗളിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. 1-2 തണ്ട് കറിവേപ്പില നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കായം പൊടി 1/2 ടീസ്പൂൺ കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പെരിഞ്ജീരകമാണ്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഓട്സ് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് ഓട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൂടുതൽ വെള്ളം ഒരുമിച്ച് ചേർക്കേണ്ട, കുറച്ചായിട്ട് ചേർത്തിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഓട്സ് നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം, നമുക്കിതിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ കിട്ടണം. അപ്പോൾ ഇതുപോലൊരു പാകത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റൊക്കെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്തെടുത്തപ്പോൾ പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ഓയിൽ ഇങ്ങനെ കലങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓട്സ് വീണ്ടും കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തു ബാറ്ററിലേക്ക്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ഓട്സ് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഓട്സ് ചേർത്തപ്പോൾ ഉപ്പും കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഇതൊക്കെ ചേർത്തതിന് ശേഷമാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വേണ്ടുന്നത്. മീഡിയം ഹോട്ടിൽ വെച്ചുകൊണ്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ ഓട്സിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരട്ടെ. അപ്പോൾ വീട്ടിൽ ഓട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഈ ഒരു പക്കോട തയ്യാറാക്കിയെടുക്കാം. സാധാരണ പോലെ കടലമാവോ അരിപ്പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, ഓട്സ് മാത്രം മതി. വളരെ ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പക്കോടയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ കുറച്ച് സ്നാക്സ് റെസിപ്പീസൊക്കെ ഉണ്ട്. അതൊക്കെ കാണാത്തവരാണെങ്കിൽ കാണാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്